ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയ്സാപ്പ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ സാന്ദ്രത, ഡെൻസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്, ഡെൻസിറ്റിയെ കുറിച്ചാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്സിൽ കഴിഞ്ഞ LDC, അതായത് 2024 LDC കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചോദിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സാന്ദ്രത. ഓക്കെ, അപ്പൊ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാസ് ആണ് സാന്ദ്രത. ഓക്കെ, ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാസിനെയാണ് സാന്ദ്രത എന്ന് പറഞ്ഞാല്. ഓക്കെ, അതായത് എങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ ഉണ്ടാക്കുക? നമുക്കറിയാം ഡെൻസിറ്റി സമം മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ വ്യാപ്തം. ഓക്കെ, മാസ് ബൈ വ്യാപ്തമാണ് നമ്മുടെ സാന്ദ്രത എന്ന് പറഞ്ഞാല്. ഈ വ്യാപ്തത്തിന് 1 എന്ന് കൊടുക്കുക, അപ്പം സാന്ദ്രത ഡെൻസിറ്റി സമം, അപ്പം വ്യാപ്തത്തിന് ഞാൻ 1 എന്ന് കൊടുത്താൽ, വോളിയത്തിന് ഞാൻ 1 എന്ന് കൊടുത്താൽ എന്താവും? ഇത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറയാം. മാസ് ബൈ 1 പറഞ്ഞാൽ മാസ് തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ ഉണ്ടാക്കുക? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ആണ്. എപ്പോഴുള്ള മാസ്? വോളിയം വ്യാപ്തം 1 ആവുമ്പോഴുള്ള മാസ്. ക്ലിയർ അല്ലേ? അതായത് ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാന്ദ്രത എന്ന് പറയുന്നത്. ഒന്നും കൂടി നമ്മുടെ കൊളോക്കിയലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി നമ്മൾ യൂസ് ചെയ്യുക. കട്ടി, എത്രത്തോളം കട്ടി ഉണ്ടെന്ന്. മാസ്, സാന്ദ്രത ഡെൻസിറ്റി ആണ് കട്ടി ഉണ്ടെന്ന്. ഓക്കെ, സാന്ദ്രത കൂടിയാൽ മാസ് കൂടി, അതായത് കട്ടി കൂടിയാൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവും. മാസ് കൂടിയാലാണ് വെള്ളത്തിൽ താഴ്ന്നു പോവുക. മാസ് കുറഞ്ഞാലോ സാന്ദ്രത കുറയുമെന്ന് ഉദ്ദേശിച്ചാൽ മതി. കട്ടി കുറഞ്ഞാൽ സാന്ദ്രത കുറയും. ക്ലിയർ അല്ലേ? അതാണ് അതിൻ്റെ ഒരു കൊളോക്കിയലായിട്ട്, ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഡെൻസിറ്റി, സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? സാന്ദ്രത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാസിനെയാണ് നമ്മൾ സാന്ദ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ ആണെന്നുണ്ടല്ലോ? ഇനി അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, അത് ഇക്വേഷൻസ് എന്നാണ് ഉണ്ടാക്കുന്നത്. മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം. ഓക്കെ, ഇനി നോക്കിക്കോ, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കുക? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലേ? കിലോഗ്രാം എന്ന് പറഞ്ഞാൽ M ആണ്. M, അതായത് ML, T ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷൻസ് ചെയ്ത. ഓക്കെ, അപ്പൊ മാസിന്റെ ഡയമെൻഷൻ M ആണ്, ദൂരത്തിന്റെ ഡയമെൻഷൻ L ആണ്, അതേപോലെ തന്നെ ടൈമിന്റെ ഡയമെൻഷൻ അല്ലെ, ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മാസിനെ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. അപ്പൊ നീളം L-ലാണ്, വീതി L-ലാണ്, ഉയരവും L-ലാണ്. L ഇൻറ്റു L ക്യൂബ്. അപ്പം താഴെ വ്യാപ്തത്തിന് പകരം L ക്യൂബ് എന്ന് പറയാം. അപ്പൊ അത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ML(T)(mL)⁻³ എന്ന് വരും. അപ്പം അടിയിലുള്ള സംഭവത്തിനെ മേലോട്ടേക്ക് കൊണ്ടുവരാൻ ഘാതം മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, അത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സംഗതി ക്ലിയർ ആയി. അപ്പൊ ഇതാണ് എന്ത്? അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ML(3) ആണ്. അപ്പൊ ഡയമെൻഷൻ സെറ്റ് ആണല്ലോ. ഓക്കെ, ഇതാണ് സാന്ദ്രത. ഇനി ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? അടുത്ത ചോദ്യം. ജലത്തിന്റെ സാന്ദ്രത എത്രയാ? നോക്കിക്കോ, ജലത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ 1000. ബാക്കി എന്താ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണോ, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണോ? അവിടെയാണ് കുടുങ്ങുക. ഓക്കെ, എക്സാമിന് നമ്മൾ 1000 എന്ന് മാത്രം പഠിച്ചു പോവും. ഓക്കെ, എന്താ യൂണിറ്റ് എന്നുള്ളത് കുടുങ്ങി പോവും. അതുകൊണ്ട് 1000 കിലോഗ്രാം, നോക്കിക്കോ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സെറ്റ് അല്ലേ? 1000 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ല, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയോ? 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ള ഒരു പെട്ടി സങ്കല്പിച്ചാൽ ആ പെട്ടിയിൽ 1000 കിലോഗ്രാം വെള്ളം കൊള്ളുന്നാണ് അർത്ഥം. സെറ്റ് അല്ലേ? അതാണ് അർത്ഥം. അത്ര മാസ് കൊള്ളുന്നു. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി ഇത് എത്ര ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നോക്കിക്കോ, ഇത് 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. മറന്നോണ്ട. ഓക്കെ അല്ലേ? മറന്നു പോകണ്ട. 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്.
അപ്പം ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. നീ പറയണ്ടല്ലോ, ഇത് ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഇത് മറക്കരുത്. ഇത് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ തിരിച്ചിതിലേക്ക് തന്നെ വരാം. നോക്കിക്കോ, മണ്ണെണ്ണയുടെ സാന്ദ്രത. ഇതിപ്പം കോഴിക്കോട് കേട്ടോ, കോഴിക്കോട് KKD കോഴിക്കോടിൽ ചോദിച്ച ചോദ്യമാണ്. LDC 2024. ഓക്കെ, LDCക്ക് ചോദിച്ചതാണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? ചോദ്യം ക്ലിയർ ആയല്ലോ. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്താണ് മക്കളെ? ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാല് ഒന്നിനെ അപേക്ഷിച്ച് പറയുന്ന സാന്ദ്രതക്കാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയാ. അപ്പൊ ഇവിടെ എന്തിനെയാണ് ആപേക്ഷിക്കുന്നത്? ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാല് ജലം, യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ടുള്ള ജലം എടുത്തിട്ടാണ് നമ്മൾ പറയാ. അതായത് ജലത്തെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സാന്ദ്രത പറയുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാ? ആപേക്ഷിക സാന്ദ്രത എന്ന് പറയാം. റിലേറ്റീവ് ഡെൻസിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിക്കോ, എന്താണ് ആപേക്ഷിക സാന്ദ്രത? ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ എന്താണ്? വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, ഇതാണ് ആപേക്ഷിക സാന്ദ്രതന്റെ ഇക്വേഷൻ. വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. അപ്പൊ കിട്ടല്ലോ, വസ്തുവിന്റെ സാന്ദ്രത. ഏത് വസ്തുവാണ് ഇവിടെ കൊടുത്തത്? മണ്ണെണ്ണയാണ്. മണ്ണെണ്ണയുടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പുറത്തായി പോയതാട്ടോ. അപ്പൊ മണ്ണെണ്ണയുടെ സാന്ദ്രത എന്താ? 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ബൈ പിന്നെന്താണ് ആപേക്ഷിക സാന്ദ്രത? ജലത്തിന്റെ സാന്ദ്രത. അപ്പൊ നോക്കിക്കോ, 810 ബൈ. മറ്റത് കാണാതെ പഠിക്കണം, എന്നാലേ ഈ ആൻസർ കിട്ടുള്ളൂ. ജലത്തിന്റെ സാന്ദ്രത തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചില്ലേ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ കിലോഗ്രാമിലല്ലേ പറഞ്ഞത്? അപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടടാ? ഒരു പൂജ്യം വെട്ടിപ്പോയില്ലേ? 81. അപ്പൊ ഇവിടെ 2 പൂജ്യം ഉണ്ട്. 2 പൂജ്യം കൊണ്ട് മാറ്റി സ്ഥാനം മാറി കുത്തിട്ടാ പോരെ. അപ്പൊ 0.81 എന്നുള്ളതാണ് ആൻസർ. 0.81 ഇതാണ് ആൻസർ. ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പൊ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.810 അല്ലെങ്കിൽ 81 എന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് കോഴിക്കോട് ചോദിച്ച കഴിഞ്ഞ കൊല്ലം, അതായത് ലാസ്റ്റ് നടന്ന LDCക്ക് ചോദിച്ച ഒരു ചോദ്യം. ഓക്കെ, ഇതേ LDCക്ക് വയനാട് ചോദിച്ചൊരു ചോദ്യം കൂടി പരിചയപ്പെട്ടാലോ? ഓക്കെ, ആ ചോദ്യമാണ്. നോക്കിക്കോ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഓക്കെ, 900 ഗ്രാം മാസ് പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പീക്ക് 450 മീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെന്റിമീറ്റർ ക്യൂബും വ്യാപ്തമുണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ 2 പാക്കറ്റിൽ ജലത്തിൽ ഇട്ടാൽ പിയും ക്യൂവും ജലത്തിൽ പൊങ്ങിക്കിടക്കും, താന്നു പോകും. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഏതാണ് പൊങ്ങിക്കിടക്കുക, ഏതാണ് താന്നു പോവാ? നേരത്തെ പറഞ്ഞല്ലോ, സാന്ദ്രത എന്ന് പറഞ്ഞാൽ കട്ടി ഓർത്ത് വെക്കുക. സാന്ദ്രത കൂടിയാൽ കട്ടി കൂടിയാൽ താന്നു പോവും. സാന്ദ്രത കൂടിയാൽ എന്ത് ചെയ്യും? കട്ടി കൂടിയാൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് എന്താ പറയാ, നമ്മുടെ ഇരുമ്പുണ്ടല്ലോ, ഇരുമ്പിന് കട്ടി കൂടുതലല്ലേ? കട്ടി കൂടി താന്നു പോകുന്ന ഓർത്താൽ മതി. അത് ഒരു കൊളോക്കിയലായിട്ട് പറഞ്ഞതാട്ടോ ഇത്. ഓക്കെ, ഒന്ന് മനസ്സിലാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പം സാന്ദ്രത കൂടിയാലാണ് താന്നു പോവാ, സാന്ദ്രത കുറഞ്ഞാലേ പൊന്തി വരും. ഉദാഹരണം, മണ്ണെണ്ണ ജലത്തിലിട്ടാൽ മണ്ണെണ്ണ പൊന്തി വരും. എന്തുകൊണ്ട്? മണ്ണെണ്ണക്ക് സാന്ദ്രത കുറവാണ്. എന്തിനേക്കാൾ? ജലത്തിനേക്കാൾ. മനസ്സിലായോ? അതായത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ കണ്ടോ? ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? 1000. മണ്ണെണ്ണ സാന്ദ്രത 810 ഉള്ളൂ. അപ്പൊ എന്താണ്? മണ്ണെണ്ണ പൊന്തി വരും. എക്സാമ്പിൾ, തേൻ എന്ന് പറഞ്ഞാൽ തേന് വെള്ളത്തിലിട്ടാൽ താന്നു പോവും. എന്തുകൊണ്ട്? തേന് സാന്ദ്രത കൂടുതലാണ്. എന്തിനേക്കാൾ? വെള്ളത്തിനേക്കാൾ. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ പിയും ക്യൂവും സാന്ദ്രത കണ്ടുപിടിക്കുക. സാന്ദ്രത കണ്ടുപിടിച്ചിട്ട് ജലത്തിന്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണെങ്കിൽ, കട്ടി കൂടുതലാണെങ്കിൽ താന്നു പോവും. ജലത്തേക്കാൾ സാന്ദ്രതയേക്കാൾ കുറവാണെങ്കിലോ പൊന്തി വരും. ഇതാണ് സംഗതി. ഓക്കെ, അതായത് ഈ ഒരു പോർഷൻ മാത്സിൽ ചെയ്യുക എന്നുള്ളതാണ്. തിയറി ആയിട്ട് നമ്മൾ പഠിച്ചത് മാത്സിൽ ചെയ്യുക. നോക്കിക്കോ, ഒന്നാമത്തെ പാക്കറ്റ് പറഞ്ഞാൽ പി എടുക്കുക. പി എന്ന് പറയുന്ന പാക്കറ്റ്, ഇതിന്റെ മാസ് എത്രയാ? മാസ് പി
വസ്തു പി. ഓക്കെ, നോക്കിക്കോ, 900 ഗ്രാം മാസ് ഉണ്ട് സീൽ ചെയ്ത പാക്കറ്റ് പി. ഓക്കെ, 480. അപ്പൊ 900 അല്ലേ? അപ്പൊ 900 മാസ് 900 ആണ്. 900 ഗ്രാം പെർ എത്ര? 450. ഇത് എത്ര കിട്ടടാ? ഗ്രാം പെർ 2 എന്ന് കിട്ടും. 2 ജി പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി ഇത് കിലോഗ്രാമിലേക്ക് മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ, ജലത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിന്റെ സാന്ദ്രത 1000 തുല്യമാണ് 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇത് മാറ്റാൻ നിൽക്കണ്ട, നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് വേഗം കിട്ടണം ആൻസർ. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ പിന്റെ സാന്ദ്രത 2 ജലത്തിന്റെ എന്താണ്? 1. അപ്പൊ പറയടാ, പി എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ 1 പിന്റെ 2 കിട്ടി. അപ്പൊ സാന്ദ്രത കൂടി. അപ്പൊ എന്ത് ചെയ്യും? പി താന്നു പോവും, പി മുങ്ങിപ്പോവും, പി മുങ്ങി കിടക്കുന്നതാണ്. ഇനി ക്യൂവിന്റെ കൂടി കിട്ടണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ക്യൂവിന്റെ കിട്ടുക. ക്യൂ എന്ന് പറയുന്ന സംഭവം ക്യൂവിന്റെ മാസ് ബൈ വോളിയം കേട്ടോ. മാസ് ബൈ വോളിയം, മാസ് ഗ്രാമിലാ പറഞ്ഞെന്നുള്ളൂ. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് ക്യൂവിന് 300 ആണ്. അപ്പൊ 150 ആണ് എന്ത്? ക്യൂവിന്റെ മാസ് ബൈ 300 ആണ് അതിന്റെ വോളിയം. പറടാ, അപ്പൊ എന്താ കിട്ടുക? ഇതും പകുതിയല്ലേ എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ ആരാന്ന കിട്ടുക? പറടാ, 1 നമ്മുടെ എന്ത്? 1 ഗ്രാം കേട്ടോ. 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അത് നിങ്ങൾ ഇതൊക്കെ ഇനി കിലോഗ്രാമിലേക്ക് മാറ്റാൻ നിൽക്കണ്ട, കുറെ സമയം പോവും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ജലത്തിന്റെ സാന്ദ്രത 1 സങ്കല്പിക്കുക. 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പം പിന്റെ സാന്ദ്രത 2 എന്ന് കിട്ടി. 1നേക്കാൾ കൂടുതലല്ലേ? അപ്പൊ പി മുങ്ങിപ്പോവും, 1നേക്കാൾ കൂടുതലാണ്. കട്ടി കൂടിയാൽ താന്നു പോവും. എന്നാൽ ക്യൂവോ സാന്ദ്രത കുറഞ്ഞാൽ എന്താണ്? അതായത് 1നേക്കാൾ കുറവാണ്. അപ്പൊ പൊന്തി എടുക്കും. അപ്പൊ പി പൊങ്ങി കിടക്കും. പി എന്താണ്? താന്നു പോവും. പി മുങ്ങും. ക്യൂ എന്താവും? പൊങ്ങി കിടക്കും. കാരണം പീക്ക് കൂടുതലുണ്ട്. പീക്ക് കൂടുതലാണ്, അപ്പൊ പൊങ്ങിപ്പോകും. എന്നാൽ ക്യൂക്കാണ് എന്താണ്? താന്ന് കിടക്കും. അപ്പൊ ആൻസർ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ, അതായത് പണ്ടൊക്കെ ഇതിന്റെ കൺസെപ്റ്റ് മാത്രമായിരുന്നു ചോദ്യമെങ്കിൽ ഇന്നെന്താണ്? അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് വന്നു. സംഗതി സിമ്പിൾ ആണ്. സാന്ദ്രത കണ്ടുപിടിക്കുക. ഇവിടെ വേറൊരു കാര്യം പഠിക്കേണ്ടത് ജലത്തിന്റെ സാന്ദ്രത എന്ന് മനസ്സിലാവണം. അതാണ് ഞാൻ ആദ്യം എഴുതി തന്നത്. എന്ത്? ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, അല്ലെങ്കിൽ 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ഇതിന്റെ ഈ പ്രോബ്ലത്തിൽ ഒക്കെ ഗ്രാമും സെന്റിമീറ്റർ ക്യൂബ് ആയതുകൊണ്ട് നിങ്ങൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് 1000 കമ്പയർ ചെയ്യണ്ട, 1 കമ്പയർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസറും കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അതായത് സാന്ദ്രത എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, നന്നായിട്ട് ക്ലിയർ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് വീണ്ടും കാണാം. താങ്ക്